നമ്മൾ പലപ്പോഴും ഓവർ തിങ്ക് ചെയ്യും. നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കണം. ഇപ്പോൾ ഈ ഫാക്ട് ചെക്കിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് ചെല്ലും നമ്മൾ. അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണോ? ഓവർ തിങ്കിങ് ഒരു സ്ട്രെങ്ത് അല്ല, ഒരിക്കലും അല്ല. ബിക്കോസ് ഓവർ തിങ്കിങ് ആ വാക്കിൽ തന്നെ ഉണ്ട്, ഓവർ. അത് ഇറ്റ് ഇസ് ടു മച്ച്. അമിതമായാൽ അമൃതം വിഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഓവർ തിങ്കിങ് ആവശ്യമില്ല, തിങ്കിങ് വേണം. പലപ്പോഴും ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കൂടുതലും. പക്ഷേ ഇതിൽ ഒരു കാര്യമുണ്ട്, പലപ്പോഴും ഓവർ തിങ്കിങ്ങിൻ്റെ കാരണം നമ്മൾ ആരും ചിന്തിക്കാത്തൊരു പ്രോബ്ലമാണ്. നമ്മുടെ ബോഡിയിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. നമ്മുടെ ഗട്ട് മൈക്രോബയോം അൺഹെൽത്തി ആണെങ്കിൽ ഇറ്റ് കോസസ് ന്യൂറോ ട്രാൻസ്മിഷൻ പ്രോബ്ലംസ്. ഭയങ്കരമായിട്ട് എല്ലാം ഓവർ തിങ്കിങ്. അതായത് ഓവർ തിങ്കിങ് കാരണം ഒന്നും ചെയ്യാൻ വയ്യാത്ത കുറേ ആൾക്കാരുണ്ട് ലൈഫിൽ. അവർ ചെയ്യേണ്ടത് ഒരു ഡീപ്പ് ക്ലെൻസ് ആണ്, ഡീപ്പ് ഗട്ട് ക്ലെൻസ്. ബിക്കോസ് ഇപ്പോൾ സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ബോഡീനെയും നമ്മുടെ ഓൺ കെമിക്കൽസ് എഫക്റ്റ് ചെയ്യണേക്കാളും ഒരു 3 മടങ്ങ് കൂടുതലാണ്, മിനിമം 3 മുകളിലേക്ക് മടങ്ങ് കൂടുതലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മൈക്രോബയോം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു സിംഗിൾ ഓർഗാനിസം അല്ല, നമ്മുടെ ഉള്ളിൽ ഒരുപാട് വേറെ ജീവികൾ ലൈക്ക് മൈക്രോബയോം ജീവിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ഹ്യൂജ്. അവർ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ മൈക്രോബയോം എന്താണ്, അത് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ തോട്ട്സ് ഹൈജാക്ട് ആവുകയാണ്. നമ്മുടെ ബ്രെയിൻ, നമുക്ക് ഓവർ തിങ്ക് ചെയ്യാൻ താല്പര്യമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്? സംതിങ് എൽസ് ഇസ് ടേക്കിംഗ് ഓവർ.